നിങ്ങളുടെ മടി, പേടി, ഓവർ തിങ്കിങ്, പ്രോക്രാസ്റ്റിനേഷൻ ഇതെല്ലാം മാറ്റിയിട്ട് ഒരു പവർഫുൾ ആയിട്ടുള്ള, കോൺഫിഡൻ്റ് ആയിട്ടുള്ള, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് മാറണം. എങ്കിൽ കേട്ടോളൂ, ശരിക്കും ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതൊന്ന് പുറത്ത് കൊണ്ടുവന്നാൽ മാത്രം മതി. അതിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു കൺസെപ്റ്റാണ് ആൾട്ടർ ഈഗോ. ബിയോൺസെ എന്ന സിംഗർ സാഷ ഫിയേഴ്സിയായി മാറി. കോ ബ്രയൻറ്റ് തൻ്റെ ഭയത്തെ ക്രഷ് ചെയ്ത് ഗെയിമിൽ വിൻ ചെയ്യാനായിട്ട് ദ ബ്ലാക്ക് മാമ്പ ആയിട്ട് മാറി. ഇനി ഒരു മൂവി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൂക്കാലം എന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസൻ ഒരു ജഡ്ജായിട്ട് വരുന്ന സീനില്ലേ, അതിൽ അദ്ദേഹം ആ ജഡ്ജിൻ്റെ സീറ്റിൽ കയറി ഇരിക്കുമ്പോൾ വേറൊരു പേഴ്സണായിട്ട് മാറാണ് ചെയ്യുന്നത്. ഇവരൊന്നും കോൺഫിഡൻസ് ഫേക്ക് ചെയ്യുകയല്ല ചെയ്തത്, പകരം ശരിക്കും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുകയാണ് ചെയ്തത്. ഇതൊരു മൈൻഡ് സെറ്റ് ട്രിക്കല്ല, ലോകത്തിലെ തന്നെ ടോപ്പ് പെർഫോമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്രൂവൻ സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണിത് ടു അൺലോക്ക് ദ ഫുൾ പൊട്ടൻഷ്യൽ. സോ നിങ്ങൾക്കും അതെങ്ങനെ ചെയ്യാം എന്നാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഒരു ആൾട്ടർ ഈഗോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാനും പറ്റും. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഒരു സ്റ്റോറി പറയാം. അർജുൻ ഒരു ഓർഡിനറി സ്റ്റുഡൻ്റ് ആണ്. ക്വയറ്റ് ആയിട്ടുള്ള, റിസർവ്ഡ് ആയിട്ടുള്ള ഒരാൾ. ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം അറിയാമെങ്കിലും ഉള്ളിലുള്ള ഭയം കാരണം കൈ പൊക്കില്ല. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോയാലോ, എല്ലാവരും കളിയാക്കി ചിരിക്കില്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് സൈലൻ്റ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കും. ബ്രേക്ക് ടൈം ആയാൽ അവിടെ തന്നെ ഒറ്റയ്ക്കിരിക്കും. സ്പോർട്സിലും ആർട്സിലും ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഒരുപാട് അവസരങ്ങൾ മുന്നിലൂടെ കടന്നുപോയി. ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ, പക്ഷേ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തൻ്റെ ഒരു ഫേവറേറ്റ് അത്ലറ്റിൻ്റെ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അർജുൻ ഒരു കാര്യം പെട്ടെന്ന് സ്ട്രൈക്കായി. അർജുന് മനസ്സിലായി, കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടണം എന്നില്ല, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ന്. അന്ന് രാത്രി അർജുൻ പുതിയൊരാളെ ക്രിയേറ്റ് ചെയ്തു. ഒരു ബോൾഡ് ആയിട്ടുള്ള, ഷാർപ്പായിട്ടുള്ള ആൻഡ് ഫിയർലെസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അവന് നിയോൺ എന്ന് പേരിട്ടു. നിയോൺ ഒട്ടും ഷൈ അല്ല, ഓവർ തിങ്ക് ചെയ്യില്ല ആൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു പേഴ്സണാണ്. നെക്സ്റ്റ് ദിവസം ക്ലാസ്സിൽ അർജുൻ കൈപ്പൊക്കിയില്ല, പകരം നിയോൺ കൈപ്പൊക്കി. ഫുട്ബോൾ പ്രാക്ടീസിൽ നിയോണാണ് ആ ഷോട്ട് എടുത്തത് വിത്തൗട്ട് ഓവർ തിങ്കിങ്. പ്രസൻറ്റേഷൻ്റെ സമയത്ത് പേടിച്ച് കുറച്ച് നിൽക്കുന്ന അർജുൻ ആയിരുന്നില്ല, പകരം കാം ആൻഡ് കമാൻഡിങ് ആയിട്ടുള്ള നിയോൺ ആയിരുന്നു. അങ്ങനെ പോയി അർജുൻ കോൺഫിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യല്ല, മറിച്ച് കംപ്ലീറ്റ്ലി ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറി. അതാണ് ആൾട്ടർ ഈഗോൻ്റെ പവർ. ആൻഡ് എങ്ങനെ നിങ്ങളുടെ ആൾട്ടർ ഈഗോ ക്രിയേറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഈ ഒരു ഐഡിയ വരുന്നത് ആൾട്ടർ ഈഗോ എഫക്റ്റ് എന്നൊരു ബുക്കിൽ നിന്നാണ്. ഇത് എഴുതിയത് ടോഡ് ഹെർമാൻ എന്ന ആളാണ്. അദ്ദേഹം ഒളിമ്പിക് അത്ലീറ്റ്സ്, CEOs അങ്ങനെ ലോകത്തെ തന്നെ ടോപ്പ് പെർഫോമൻസിൻ്റെ ഹൈ പെർഫോമൻസ് കോച്ചായിട്ട് വർക്ക് ചെയ്ത ആളാണ്, അതും 24 വർഷം. സോ ഈ ബുക്കിൽ അദ്ദേഹം ഹൈ അച്ചീവേഴ്സിൻ്റെ ഒരു സീക്രട്ടാണ് റിവീൽ ചെയ്തത്. അവരൊരിക്കലും മോട്ടിവേഷൻ അല്ലെങ്കിൽ കോൺഫിഡൻസിനെ അല്ല റിലേ ചെയ്തിരുന്നത്, പകരം അവരൊക്കെ അവരുടെ തന്നെ ഒരു ഹീറോയിക് സെൽഫ് ക്രിയേറ്റ് ചെയ്തു, ഒരു ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റി. ആൻഡ് പ്രഷർ വരുന്ന സമയത്ത് ആ ഒരു ഐഡൻറ്റിറ്റി അവർ സ്വിച്ച് ചെയ്യും. അവരുടെ തന്നെ ഫോക്കസ്ഡ് ആയ, ഫിയർലെസ് ആയ ആൻഡ് അൺസ്റ്റോപ്പബിൾ ആയ ഒരു വേർഷൻ. ആൻഡ് ഇത് ഫേക്ക് ചെയ്യുന്നതല്ല കേട്ടോ, അത് ആക്ഷൻ എടുക്കുന്നതിൽ നിന്നും നിങ്ങളുടെ ഉള്ളിലുള്ള ആ പേടിയും സെൽഫ് ഡൗട്ടും ഇൻസെക്യൂരിറ്റിയും ഒക്കെ അങ്ങോട്ട് റിമൂവ് ചെയ്യുന്നതാണ്. ബിക്കോസ് അതൊക്കെ ഡ്രോപ്പ് ചെയ്താലാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്ട്രോങ്ങർ വേർഷൻ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. പൊടി പിടിച്ച് കിടക്കുന്ന ഒരു കണ്ണാടി ക്ലീൻ ചെയ്യുന്നത് പോലെ. ഇനി ഇത് യൂസ് ചെയ്യുന്ന റിയൽ ലൈഫ് പേഴ്സണാലിറ്റീസിനെ പറഞ്ഞുതരാം. ബിയോൺസ് എന്ന സിംഗർ, അവരാദ്യം ഭയങ്കര ഷൈ ആയിട്ടുള്ളൊരു സിംഗറായിരുന്നു. സ്റ്റേജ് ഫിയർ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ബട്ട് പിന്നീട് അവർ സാഷ ഫിയേഴ്സ് എന്നൊരു പേഴ്സോണ ക്രിയേറ്റ് ചെയ്തു. സാഷ ഫിയേഴ്സ് ഒരു ബോൾഡ് ആയിട്ടുള്ള, ഫിയേഴ്സ് ആയിട്ടുള്ള ഒരു പെർഫോമറാണ്. അങ്ങനെ തൻ്റെ ആൾട്ടർ ഈഗോയിലൂടെ തൻ്റെ സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ മാറ്റിയെടുത്ത് ഒരു ഗ്ലോബൽ ഐക്കണായിട്ട് മാറി. ഇനി കോ ബ്രയൻറ്റ് ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്. തൻ്റെ ലൈഫിൽ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ചലഞ്ചസ് വന്നപ്പോൾ അദ്ദേഹം ദി ബ്ലാക്ക് മാമ്പ എന്നൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തു. കോർട്ടിൽ കളിക്കുന്ന സമയത്ത് അദ്ദേഹം ബ്ലാക്ക് മാമ്പ ആയിട്ട് മാറും. കോൾഡ്, ഫോക്കസ്ഡ് ആൻഡ് ഡെഡ്ലി. ഡേവിഡ് ബോവി സിഗ്ഗി സ്റ്റാർഡസ്റ്റ് ആയിട്ട് മാറി. മാർഷൽ മാത്തേഴ്സ് എമിനമായിട്ട് മാറി. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. സോ ഇവരൊന്നും അഭിനയിക്കുകയായിരുന്നില്ല, മറിച്ച് അവരുടെ ഉള്ളിൽ തന്നെയുള്ള ചില പാർട്സിനെ പുറത്തു കൊണ്ടുവരികയായിരുന്നു. സോ വാട്ട് ഈസ് ആൾട്ടർ ഈഗോ? എന്താണ് ശരിക്കും ഈ ആൾട്ടർ ഈഗോ എന്ന് ഞാൻ പറഞ്ഞുതരാം. ആൾട്ടർ ഈഗോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ബെസ്റ്റ് വേർഷൻ അൺലോക്ക് ചെയ്യുകയാണ്. അതൊരു മെൻറ്റൽ കോസ്റ്റ്യൂം ആണെന്ന് പറയാം, ഒരു ഷീൽഡ് അല്ലെങ്കിൽ ഒരു ആർമർ. ആൻഡ് ഇത് നിങ്ങളുടെ ഫിയർ, ഫെയിലിയർ, സെൽഫ് ഡൗട്ട് ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഫെയ്ഡ് ആയി പോവും ആൻഡ് നിങ്ങളുടെ നല്ല ക്വാളിറ്റീസ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ലൈക്ക് കോൺഫിഡൻസ്, ഫോക്കസ്, പവർ, കാം. സോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആസ്പിറേഷൻസ്, വാല്യൂസ് ഇതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ആൾട്ടർ ഈഗോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്നാണ് ആഗ്രഹം, എങ്ങനത്തെ ഒരു പേഴ്സണായിട്ട് മാറണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഒരു പേഴ്സണെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്. സോ എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യാം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് നമ്പർ 1,
ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻ. ഫസ്റ്റ് നിങ്ങൾ സ്വയം ചോദിക്കാം, എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് പേടി, സെൽഫ് ഡൗട്ട്, ഇൻസെക്യൂരിറ്റി ഇതൊക്കെ വരുന്നത് എന്ന്. സ്റ്റേജിൽ പോയിട്ട് സംസാരിക്കാൻ പറയുമ്പോഴാണോ, എക്സാം ടൈമിലാണോ, സ്പോർട്സ് ടൈമിലാണോ, വർക്ക് ചെയ്യുമ്പോഴാണോ, അതോ സോഷ്യൽ സിറ്റുവേഷൻസ് വരുമ്പോഴാണോ? ആ മൊമെൻറ്റ്സ് നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. ആ സിറ്റുവേഷൻസിലാണ് നിങ്ങൾ നിങ്ങളുടെ ആൾട്ടർ ഈഗോ പേഴ്സോണായിട്ട് മാറേണ്ടത്. സ്റ്റെപ്പ് നമ്പർ 2, ഐഡൻറ്റിഫൈ ദ ട്രൈറ്റ്സ് യു നീഡ്. നെക്സ്റ്റ്, അങ്ങനത്തെ മൊമെൻറ്റ്സ് വരുമ്പോൾ നിങ്ങൾ അവിടെ എങ്ങനെ പെർഫോം ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക എന്നതാവാം, ഹൈ പ്രഷറിലും കാം ആവുക എന്നതാവാം, നല്ലൊരു ലീഡർ ആവുക എന്നതാവാം. അങ്ങനെ എന്തൊക്കെ ട്രൈറ്റ്സ് ആണ്, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അതൊന്ന് മനസ്സിലാക്കുക. സ്റ്റെപ്പ് നമ്പർ 3, ക്രിയേറ്റ് ദ പെർസോണ. ഓക്കെ, ഇനി നമ്മൾ അങ്ങനെ ഒരാളെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനാദ്യം ഒരു പേര് കണ്ടെത്തണം. മേ ബി ഒരു ബോൾഡ് ആയിട്ടുള്ള നെയിം, ദ ഫീനിക്സ്, ടൈറ്റൻ, എനിത്തിങ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. കുറച്ച് ക്രിയേറ്റീവ് ആവാട്ടോ. ആ ഒരു പേരുമായിട്ട് നിങ്ങൾക്കൊരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യണം. അത് മേ ബി നിങ്ങളെ ഇൻസ്പയർ ചെയ്ത ഒരു റിയൽ ലൈഫ് പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു ഫിക്ഷണൽ ക്യാരക്ടറും ആകാം. സോ എന്താണ് ആ ക്യാരക്ടറുടെ ബാക്ക് സ്റ്റോറി, എന്താണ് അവരുടെ പ്രത്യേകത, എന്തൊക്കെ പവേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് അവർക്കുള്ളത്, ഇതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു പേഴ്സണെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നന്നായിട്ട് ഇമാജിൻ ചെയ്യുക. ആ ഒരു പേഴ്സണെ എങ്ങനെയായിരിക്കും, എങ്ങനെയാവും അവർ ഡ്രസ്സ് ചെയ്യുക, എങ്ങനെയാവും നടക്കുക, സംസാരിക്കുക, ആക്ട് ചെയ്യുക, എല്ലാം ഇമാജിൻ ചെയ്യുക. ആൻഡ് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഒബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു മോതിരമോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കളറുള്ള ഡ്രസ്സോ, എനിത്തിങ്. നിങ്ങളൊരു പവർഫുൾ പേഴ്സണായിട്ട് മാറാണ്. എ റിയൽ സൂപ്പർ ഹീറോ വേർഷൻ ഓഫ് യുവർ സെൽഫ്, ദ ബെസ്റ്റ് വേർഷൻ ദാറ്റ് യു കുഡ് എവർ ഇമാജിൻ. സോ നല്ല ടൈം എടുത്തിട്ട് വേണം നിങ്ങളുടെ ആൾട്ടർ ഈഗോ ക്രിയേറ്റ് ചെയ്യാൻ. സ്റ്റെപ്പ് നമ്പർ 4, യൂസ് എ ട്രിഗർ. ഒരു ട്രിഗർ വേണം. ടോഡ് ഹെർമാൻ ഇതിനെ ആക്ടിവേഷൻ ട്രിഗർ എന്നാണ് പറയുന്നത്. അത് ഫിസിക്കലാകാം അല്ലെങ്കിൽ മെൻ്റൽ ആകാം. അത് നിങ്ങളുടെ ബ്രെയിനെ ട്രിഗർ ചെയ്യണം. ഓക്കെ, എൻ്റെ ആൾട്ടർ ഈഗോ ആവാൻ സമയമായി. പീറ്റർ പാർക്കർ സ്പൈഡർമാനായി മാറുന്ന പോലെ, ക്ലർക്ക് കെൻറ്റ് സൂപ്പർമാനായിട്ട് മാറുന്ന പോലെ. അത് മേ ബി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോതിരം ഇടുന്നതാകാം, ഒരു ഡ്രസ്സ് ഇടുന്നതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രേസ് പറയുന്നതാകാം. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഗോട്ട് ദിസ്, ലെറ്റ്സ് ഡു ദിസ്, എനിത്തിങ്. നിങ്ങളെ ആ ഒരു ക്യാരക്ടറായിട്ട് മാറാനായിട്ട് ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് വേണം. സ്റ്റെപ്പ് നമ്പർ 5, പ്രാക്ടീസ് സ്റ്റെപ്പിംഗ് ഇൻ ടു ഇറ്റ്. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒറ്റയടിക്ക് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അത് നടക്കില്ല. മറ്റെന്തിനേയും പോലെ ഇതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം ബെറ്റർ ആയിട്ട് വരും. ഇനി അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ആൾട്ടർ ഈഗോ ആയിട്ട് മാറുക, ആ സൂപ്പർ ഹീറോ ആയിട്ട് മാറുക. പതുക്കെ പതുക്കെ നിങ്ങളുടെ ബ്രെയിൻ ആ പവർഫുൾ പേഴ്സൺ ആയിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ സ്വിച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ട് മാറും. എക്സാമിന് മുന്നേ ആക്ടിവേറ്റ് യുവർ ആൾട്ടർ ഈഗോ, ഇൻ്റർവ്യൂവിന് മുന്നേ ആക്ടിവേറ്റ്. സ്പോർട്സ് ആണോ, ആക്ടിവേറ്റ്. ജസ്റ്റ് പ്രാക്ടീസ് ഇറ്റ് വെൽ. സോ ഗൈസ്, നിങ്ങളുടെ ഉള്ളിലും ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ പല കാരണങ്ങളാൽ അതൊന്നും പുറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ബട്ട് നോട്ട് എനിമോർ. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാൻ പോവാണ്. ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. സോ എന്താണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾട്ടർ ഈഗോയുടെ പേര്, അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓഫ് ടുഡേ. വീഡിയോ എല്ലാവർക്കും യൂസ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.